ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Kl77 ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയാത്ത 3 ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ്. വാട്സാപ്പിൽ അത്യാവശ്യമായ 3 ട്രിക്സ് ആണ്. ഈ ട്രിക്സ് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. 3 നല്ല അടിപൊളി കിടുക്കാച്ചി സെറ്റിംഗ്സ് ആണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ആദ്യത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല വാട്സാപ്പ് ഗ്രൂപ്പിലും ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നും വരുന്ന മെസ്സേജൊക്കെ എങ്ങനെ പ്രൈവറ്റായിട്ട് റിപ്ലൈ കൊടുക്കാമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഉദാഹരണത്തിന്, സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണെങ്കിൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് പ്രൈവറ്റായിട്ട് എങ്ങനെ റിപ്ലൈ കൊടുക്കാമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ചാറ്റിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും റിപ്ലൈ പ്രൈവറ്റ് ഈവനിങ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ വ്യക്തിയോട് ഈ പോസ്റ്റിനെ പറ്റി ചോദിക്കാൻ സാധിക്കും, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെ. ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജിനൊക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ട്രിക്ക്, അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫോൾട്ടായിട്ട് ടോൺ ലഭിക്കും. നമുക്ക് കട്ട ചാറ്റിലാണെങ്കിൽ ആ സൗണ്ട് കേൾക്കാൻ സാധിക്കും. നമ്മൾ ഒരാളോട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജിൻ്റെ സൗണ്ടും റിസീവ് ചെയ്യുന്ന മെസ്സേജിൻ്റെ സൗണ്ടും നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ഒരു അരോചകമാണ്. എനിക്ക് അത് പേഴ്സണലി ആ സൗണ്ട് അരോചകമാണ്. അത് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. അതിനായി വാട്സാപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്തേക്ക് പോവുക. അവിടെ നമുക്ക് മുകളിലായിട്ട് കോൺവെർസേഷൻ ടോൺ എന്ന് കാണാൻ സാധിക്കും. അത് നമ്മുടെ ഫോണിലെല്ലാം ഡീഫോൾട്ടായിട്ട് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നമ്മൾ ഓഫ് ചെയ്തിടുക. അത് ഓഫ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വാട്സാപ്പിൻ്റെ കോൺവെർസേഷൻ ടോണ് കേൾക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഈസി ആയിട്ട് നല്ല സുഖത്തിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് വാട്സപ്പ് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മളെ അവർ കളിയാക്കും, ആ കട്ട ചാറ്റിലാണ്, ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്കാണ്. നമുക്ക് വാട്സാപ്പിൽ നമ്മുടേതായ കുറച്ച് ഫയലൊക്കെ സൂക്ഷിക്കണമെങ്കിൽ, കുറച്ച് ടെക്സ്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ട്രിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരാളുടെ ചാറ്റിലേക്ക് എത്താവുന്നതുമാണ്. അതിനായി നമ്മുടെ വാട്സാപ്പിന് ടൈപ്പ് എ മെസ്സേജ് എന്ന സ്ഥലത്ത് WA.ME/കൺട്രി കോഡ്, അതായത് 91 എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ കൺട്രി കോഡ്. അല്ലെങ്കിൽ ഗൾഫൊക്കെ ആണെങ്കിൽ ആ കൺട്രി കോഡ് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഇന്ത്യയുടെ കൺട്രി കോഡാണ് ടൈപ്പ് ചെയ്യുന്നത്. കൺട്രി കോഡ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ നമ്പർ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതൊരു ബ്ലൂ ടെക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ടാപ്പ് ചെയ്താൽ നേരിട്ട് വാട്സപ്പ് ചാറ്റിലേക്ക് പോകുന്നതാണ്. ഞാനിവിടെ എൻ്റെ നമ്പർ തന്നെ ടൈപ്പ് ചെയ്തതുകൊണ്ട് എൻ്റെ വാട്സപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞാനിവിടെ എന്ത് മെസ്സേജ് അയച്ചാലും അത് റീഡ് ആവുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് എന്ത് ഫയൽ വേണമെങ്കിൽ സൂക്ഷിക്കാൻ സാധിക്കും. എന്ത് വീഡിയോസും ഇമേജൊക്കെ നമുക്ക് ഇതിലേക്ക് സെൻഡ് ചെയ്തിട്ടാൽ ഇത് നമുക്ക് ഒരിക്കലും ഡിലീറ്റ് ആവുകയില്ല. ഇത് അവിടെ കിടന്നോളും. നമുക്ക് അത്യാവശ്യമായ ഡാറ്റാസൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ കടയിൽ പോകുമ്പോൾ അരി, പഞ്ചസാര എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറ്. അതിനായിട്ട് നമ്മൾ ഈ ചാറ്റ് കയറിയിട്ട് ഇങ്ങനെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് ചെയ്താൽ മതി. അതവിടെ കിടന്നോളും. അപ്പോൾ ഈ 3 ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. തീർച്ചയായും 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് കൊടുക്കണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളെ ഒരു ഉഗ്രം വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ്. ബൈ ബൈ ഗായ്സ്.